ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്ന ഈ പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുക്കളും ക്ഷണികവും നശ്വരവുമാണ്, നശിക്കുന്നതാണ്. അല്പസമയത്തേക്ക് മാത്രമേ ഇതിന് നിലനിൽപ്പുള്ളൂ. കടലിൽ നിന്നും ഒരു തിരയുണ്ടായി. കുറച്ച് സമയം ആ തിര അവിടെ നിലനിന്ന് പിന്നീട് ആ കടലിൽ തന്നെ അത് ലയിക്കുന്നു. അപ്രകാരമാണ് ആ പരമസത്തയിൽ നിന്നും ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെല്ലാം ഉണ്ടായി. അതിൽ തന്നെയാണ് എല്ലാം നിലനിൽക്കുന്നത്. അതിൽ തന്നെയാണ് ഓരോന്നോരോന്നായി ലയിക്കുകയും ചെയ്യുന്നത്. അതിലൊന്നു മാത്രമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതിനാൽ നാം ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്ന ഈ വിശ്വത്തെ ശാശ്വതമായി ഒരിക്കലും ധരിക്കരുത്. ഇന്ന് കണ്ടത് നാളെ കാണണമെന്നില്ല. നീരാവിയിൽ നിന്നുണ്ടായ ഐസ് പോലെയാണ് എല്ലാം. നീരാവിക്ക് മാറ്റമില്ല. അതിൽ നിന്നുണ്ടായ ഐസ് അല്പസമയം കൊണ്ട് ആ രൂപവും നാമവും അപ്രത്യക്ഷമാകുന്നു. അതുപോലെ നാമരൂപാത്മകമായി പ്രപഞ്ച വസ്തുക്കളെല്ലാം മാറ്റത്തിന് വിധേയമാണ്. ഇത് പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിന് നാശവുമുണ്ട്. ഉൽപ്പത്തിയുണ്ടെങ്കിൽ നാശവുമുണ്ട്. അതിനാൽ ഇതിനെ നാം ആശ്രയിച്ച് സുഖിക്കാം എന്ന് ധരിക്കുന്നത് അബദ്ധം എന്ന് മാത്രമല്ല, അതിൻ്റെ വിപരീതമായ ദുഃഖാനുഭവത്തെ കൂടി സ്വാഗതം ചെയ്യേണ്ടി വരും. വിശ്വത്തെ വിശ്വസിക്കാതെ മനമേ, വിശ്വസിച്ചിടു നീ വിശ്വസൂത്രത്തെ, നിശേഷ ദുഃഖം ശമിക്കും എന്നാൽ നിശ്രേയസം അതു ശാശ്വതാനന്ദം. ഈ വിശ്വത്തിനൊക്കെ ആധാരമായിരിക്കുന്നത് എന്തോ അതിനെയാണ് നാം വിശ്വസിക്കേണ്ടത്. അതിൽ നിന്നുണ്ടായ ഈ പ്രപഞ്ച പദാർത്ഥങ്ങളെയല്ല. അതുകൊണ്ട് വിശ്വത്തെ വിശ്വസിക്കാതെ മനമേ, അല്ലയോ മനസ്സേ, നമ്മുടെ മനസ്സിനോടാണ് നമ്മൾ പറയേണ്ടത്. വിശ്വത്തെ വിശ്വസിക്കാതെ മനമേ, വിശ്വസിച്ചിടു നീ വിശ്വസൂത്രത്തെ. ഈ വിശ്വത്തെ എല്ലാം കോർത്തിണക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സൂത്രം അല്ലെങ്കിൽ ഒരു ചരടുണ്ട്. ആ ചരടാണ് വിശ്വത്തിനതീതമായിരിക്കുന്ന ആ പരമാത്മാവ്. അതിനെയാണ് വിശ്വസിക്കേണ്ടത്. വിശ്വത്തെ വിശ്വസിക്കാതെ മനമേ, വിശ്വസിച്ചിടു നീ വിശ്വസൂത്രത്തെ. ഈ പ്രപഞ്ചത്തെ കാണുന്ന സമയത്തിന് ഈ പ്രപഞ്ചത്തെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് നിലനിർത്തുന്ന വിശ്വസൂത്രം ഏതോ അതിനെയാണ് നാം വിശ്വസിക്കേണ്ടത്. അത് ശാശ്വതമാണ്, അതെന്നും നിലനിൽക്കുന്നതാണ്. കാഴ്ചകൾ കണ്ടു കണ്ടിങ്ങ് നിങ്ങൾ കാണേണ്ടതെങ്ങോ മറന്നു. കാണേണ്ടത് എന്താണ്? ശാശ്വതമായ അതാണ്. ഈ കാണപ്പെടുന്നതെല്ലാം അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ. ഈ കാഴ്ചയിൽ ഭ്രമിച്ച് കാണേണ്ടതെന്തോ അത് മറഞ്ഞുപോയി. ലക്ഷ്യം പുറത്തല്ലടുത്താണ്, അകത്താണ് അനശ്വരാത്മാനന്ദ വസ്തു. അനശ്വരമായിരിക്കുന്ന ആത്മാനന്ദ വസ്തു അത് തൻ്റെ അകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അത് പുറത്ത് എങ്ങുമല്ല. എന്നാൽ അത് പുറത്തുമുണ്ട്. അകത്തുള്ളതിനെ അറിഞ്ഞു കഴിയുമ്പോഴാണ് പുറത്തുള്ളതും അത് തന്നെയാണ് എന്ന് മനസ്സിലാവുക. അതിനാൽ നാം ഇന്ന് കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും വാസനിക്കുന്നതുമായ ഈ വസ്തുക്കളൊന്നും തന്നെ നിലനിൽപ്പുള്ളവയല്ല, ശാശ്വതമല്ല. അത് ഇവയാണ് വിശ്വം എന്ന് പറയുന്നത്. വിശ്വത്തെ വിശ്വസിക്കാതെ മനമേ, വിശ്വസിച്ചിടു നീ വിശ്വസൂത്രത്തെ. പിന്നെ എന്തിനാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഈ വിശ്വത്തിനെല്ലാം ആധാരമായിരിക്കുന്ന
ഏതൊന്നിലാണോ ഈ വിശ്വം നിലനിൽക്കുന്നത്, ഏതിൽ നിന്നാണോ വിശ്വം ഉണ്ടായത് അതിലാണ് വിശ്വം നിലനിൽക്കുന്നത്. നമ്മളും അപ്രകാരം തന്നെ. അതിൽ നിന്ന് നാം ഉണ്ടായി, അതിലാണ് നാം നിലനിൽക്കുന്നത്, അതിൽ തന്നെയാണ് നാം ലയിക്കുന്നതും. അത് ദൂരത്തൊന്നുമല്ല, അതെങ്ങും നിറഞ്ഞിരിക്കുന്നതാണ്. അതടുത്തുമാണ്, അകത്തുമാണ്. അകത്തുള്ളതിനെ അറിയുമ്പോഴാണ് പുറത്തുള്ളതും അത് തന്നെയാണ് എന്ന് ബോധ്യം വരാം. പുറത്തുള്ള ദർശനം മാത്രമാകുമ്പോൾ അകത്തുള്ളതിനെയും അറിയുന്നില്ല, യഥാർത്ഥമായ അവസ്ഥയെയും അറിയുന്നില്ല. അതിനാൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ജീവിക്കാൻ. സൂത്രത്തെ വിശ്വസിക്കുക എന്നതാണ് ശാശ്വതാനന്ദത്തിന് കാരണമായി ഭവിക്കുന്നത്. വിശ്വത്തെ വിശ്വസിക്കാതെ മനമേ വിശ്വസിച്ചിടുന്നേ വിശ്വസൂത്രത്തെ, നിശേഷ ദുഃഖം ശമിക്കും. എന്നാൽ എല്ലാ ദുഃഖവും നിശേഷം ശമിക്കും. മാത്രല്ല ശാശ്വതാനന്ദം ലഭിക്കും. നിശ്രേയസം അതു ശാശ്വതാനന്ദം. അത് തന്നെയാണ് ശ്രേയസ്കരമായിട്ടുള്ളതും അത് തന്നെയാണ് ശാശ്വതാനന്ദമായിരിക്കുന്നതും. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടേണ്ടത്. അപ്പോൾ മാത്രമേ നമുക്ക് പൂർണ്ണത അനുഭവമാവുകയുള്ളൂ. അതുമാത്രമേ സന്തോഷത്തിന് കാരണമായി ഭവിക്കുകയുള്ളൂ. ഈ സുഭാഷിത രത്നത്തെ നമ്മൾ വീണ്ടും വീണ്ടും മനനം ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഇതിനെ ഞാൻ വീണ്ടും 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 ചൊല്ലുന്നത്. അത് ആവർത്തന വിരസതയല്ല. ഇതെന്താ അങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്? ഈ പ്രധാനപ്പെട്ടത് വീണ്ടും ചൊല്ലുന്നത് നമ്മൾ ശ്രവിക്കുമ്പോൾ അതിനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഉരുവിടുന്നതാണ്. ആവർത്തിച്ച് ആത്മാവിചാരം ചെയ്താൽ ആത്മാവുണർന്നു ജ്വലിക്കും. നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മശക്തി ഉണരാൻ ആവർത്തിച്ച് വിചാരം ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ മറ്റു ലോക വിഷയങ്ങൾ നമ്മളിൽ കയറി കൂടി നമ്മെ ആ നശ്വരമായ വസ്തുക്കളിൽ ഭ്രമിപ്പിക്കും. ഹരേ കൃഷ്ണ.